പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണെ സുപ്രീംകോടതി ചേംബറിൽ കയറി അക്രമികൾ മർദ്ദിച്ചു. ഭഗത് സിംഗ് ക്രാന്തിസേന എന്ന അറിയപ്പെടാത്ത സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. കശ്മീരിൽ ഹിതപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടതിനായിരുന്നു ആക്രമണമെന്ന് ഭഗത് സിംഗ് ക്രാന്തിസേന പറഞ്ഞു. 3:55 സുപ്രീംകോടതിയുടെ എതിർവശത്തുള്ള ന്യൂ ലോയേഴ്സ് ചേംബറിലെത്തിയ തേജീന്ദ്രപാൽ, വിഷ്ണുഗുപ്ത, ഇന്ദർകുമാർ എന്നിവരാണ് പ്രശാന്ത് ഭൂഷണെ ക്രൂരമായി മർദ്ദിച്ചത്. അക്രമികൾ ഭൂഷണെ കരണത്തടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. കാശ്മീർ സംബന്ധിച്ച തന്റെ പ്രസ്താവനയാണ് അക്രമത്തിന് കാരണമെന്ന് പിന്നീട് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. I have made some statement about Kashmir to which they were taking objection. It was about, question was about whether I felt that referendum could also be held in Kashmir. So I had said yes, can be. ബഹളത്തിനിടയിൽ രണ്ടുപേർ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. പ്രശാന്ത് ഭൂഷണെ ക്രൂരമായി മർദ്ദിച്ച ഇന്ദർകുമാർ സിംഗ് എന്ന യുവാവിനെ അഭിഭാഷകരും മറ്റും ചേർന്ന് പോലീസിൽ ഏൽപ്പിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയിച്ചവരെ അവഹേളിച്ചതിനാണ് ഭൂഷണെ മർദ്ദിച്ചതെന്ന് അക്രമികൾ പറഞ്ഞു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഭഗത് സിംഗ് ക്രാന്തിസേന ഏറ്റെടുത്തു. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ തല ഛിന്നഭിന്നമാക്കുമെന്ന് ഭഗത് സിംഗ് ക്രാന്തിസേന ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകി. പടിഞ്ഞാറൻ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഭഗത് സിംഗ് ക്രാന്തിസേന എന്നാണ് ഇന്റലിജൻസ് വിഭാഗം നൽകുന്ന സൂചന. സംഭവത്തിൽ രാജ്യമാസകലം പ്രതിഷേധം അലയടിക്കുകയാണ്. പ്രശാന്ത് ഭൂഷണെതിരായ അക്രമം അപലപനീയമാണെന്ന് അണ്ണാ ഹസാരെ പറഞ്ഞു. അക്രമത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം അപലപിച്ചു. കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം അക്രമത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അക്രമത്തിലൂടെയും ഭീഷണിയിലൂടെയും പിന്തിരിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കണമെന്ന് പ്രശാന്ത് ഭൂഷന്റെ പിതാവും പ്രമുഖ അഭിഭാഷകനുമായ ശാന്തിഭൂഷൺ പ്രതികരിച്ചു. റിപ്പോർട്ടർ, ദില്ലി.